SS മീഡിയയുടെ ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഇന്ദ്രിയമായ നാക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കണ്ണ്, ചെവി എന്നീ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാക്ക്, അതുപോലെ തന്നെ മൂക്ക്, ത്വക്ക് എന്നീ 3 ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ്. അപ്പം നാക്കിലെ ഗ്രാഹികൾ, വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ ആണ് രുചി അറിയാൻ സഹായിക്കുന്നത്. അപ്പോൾ രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളാണ് രാസഗ്രാഹികൾ. ഇവ വായ്ക്കകത്തും അതുപോലെ തന്നെ നാക്കിലുമാണ് ഉള്ളത്. ഇവ കൂടുതലായും ഉള്ളത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ്. അപ്പോൾ കൂടുതലായിട്ടും രാസഗ്രാഹികൾ കാണപ്പെടുന്നത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ്. നാക്കിൻ്റെ ഉപരിതലങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ. അപ്പം നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ നമുക്ക് പാപ്പിലകൾ എന്ന് പറയാം. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ്. ഇനി ഏതൊക്കെ രുചികളാണുള്ളത്? മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിക്കപ്പെടുന്ന സ്വാദുമുകുളങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിക്കപ്പെടുന്ന സ്വാദുമുകുളങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ വായ്ക്കുള്ളിലും അതുപോലെ തന്നെ നാക്കിലുമുള്ള രാസഗ്രാഹികളാണ് രുചി അറിയാൻ സഹായിക്കുന്നത്. ഇവ കൂടുതലായും ഉള്ളത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ്. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിക്കപ്പെടുന്ന സ്വാദുമുകുളങ്ങളാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് രുചികളുടെ വൈവിധ്യം എന്ന് പറയുന്ന ഈ ഒരു സൈഡ് ബോക്സിലെ ഭാഗമാണ് അധികമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി. അപ്പം സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി. ഏത് ഭാഷയിൽ? ജാപ്പനീസ് ഭാഷയിൽ. പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകങ്ങളാണുള്ളത്. ഒലിയോഗാസ്റ്റസ് എന്ന പേരിൽ 6ാമതും രുചി കണ്ടെത്തിയിട്ടുണ്ട്. 6ാമത്തെ രുചിയാണ് ഒലിയോഗാസ്റ്റസ്. ഇത് കൊഴുപ്പിൻ്റെ രുചിയാണ്. അപ്പോൾ ഒലിയോഗാസ്റ്റസ് എന്ന് പറയുന്നത് കൊഴുപ്പിൻ്റെ രുചിയാണ്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് സന്തോഷകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമാമി എത്രാമത്തെ രുചിയാണ്? അപ്പോൾ 5ാമത്തെ രുചിയാണ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 5ാമത്തെ രുചിയാണ് ഉമാമി. അപ്പോൾ 6ാമത്തെ രുചി ഏതാണെന്ന് ചോദിച്ചാൽ ഒലിയോഗാസ്റ്റസ്. കൊഴുപ്പിൻ്റെ രുചി ഏതാണെന്ന് ചോദിച്ചാൽ ഒലിയോഗാസ്റ്റസ് ആണ്. പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ രുചി ഉമാമി രുചിയാണ്. അടുത്തത് മൂക്ക്. മൂക്കിൽ പ്രത്യേകിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടത് മൂക്കിലുള്ള ഗ്രാഹിയാണ് ഗന്ധഗ്രാഹികൾ. മൂക്കിലെ ഗ്രാഹിയാണ് ഇത് ഗന്ധഗ്രാഹികൾ. അതാണ് അവിടെ പ്രത്യേകിച്ചും പഠിക്കാനുള്ളത്. പിന്നെ മൂക്കിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ശ്ലേഷ്മ ഗ്രന്ഥികളുണ്ട്, ശ്ലേഷ്മം പുറപ്പെടുവിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂക്ക് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ത്വക്കാണ്. ത്വക്കിൽ ഇവിടെ 2 പോയിന്റ് ശ്രദ്ധിക്കുക. ത്വക്കിൽ ഏത് ഗ്രാഹിയുണ്ട്? സ്പർശഗ്രാഹിയുണ്ട്. ത്വക്കിൽ സ്പർശഗ്രാഹിയുണ്ട്. കൂടാതെ ഇവിടെ കാഴ്ചയില്ലാത്തവർ വിരൽത്തുമ്പ് കൊണ്ട് ബ്രെയിലി ലിപി വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ കാഴ്ചയില്ലാത്തവർ വിരൽത്തുമ്പ് കൊണ്ട് വായിക്കുന്ന ലിപിയാണ് ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സഹായിക്കുന്നത് ആരാണ്? സ്പർശഗ്രാഹികളാണ്. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്പർശഗ്രാഹി കൂടാതെ മർദ്ദഗ്രാഹിയുണ്ട്, ചൂടുഗ്രാഹിയുണ്ട്, തണുപ്പ് ഗ്രാഹിയുണ്ട്, അതുപോലെ തന്നെ വേദനാഗ്രാഹികളുണ്ട്.
ഇനി എക്സാം പോയിന്റിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിവിധ ജീവികളിലെ ഗ്രാഹികൾ എന്നുള്ള ഈ ഒരു ഭാഗമാണ്. അതിൽ ശ്രദ്ധിക്കുക, പ്ലനേരിയ എന്ന് പറയുന്ന ജീവികളിലെ ഗ്രാഹി ഏതാണെന്ന് ചോദിച്ചാൽ പ്രകാശം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഏത് ഗ്രാഹിയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഐ സ്പോട്ടാണ്. ഏതാണ്? ഐ സ്പോട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. പ്ലനേരിയയിൽ പ്രകാശം തിരിച്ചറിയാനുള്ള ഗ്രാഹിയാണ് ഐ സ്പോട്ട്. പ്ലനേരിയയിൽ പ്രകാശം തിരിച്ചറിയാനുള്ള ഗ്രാഹിയാണ് ഐ സ്പോട്ട്. ഈച്ചയിൽ ഉള്ള ഗ്രാഹിയുടെ പേരാണ് ഒമാറ്റീഡിയ. ഈച്ചയിലുള്ള ഗ്രാഹിയാണ് ഒമാറ്റീഡിയ. ഒമാറ്റീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഒമാറ്റീഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടിച്ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ കണ്ണ്. അപ്പം ഈച്ചയിലുള്ള ഗ്രാഹി ഏതാണ്? ഒമാറ്റീഡിയയാണ്. ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഒമാറ്റീഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടിച്ചേർന്നതാണ് ഷഡ്പദങ്ങളിലെ കണ്ണ്. അതുകൂടാതെ സ്രാവിൽ കാണപ്പെടുന്ന ഗ്രാഹിയുടെ പേരാണ് പാർശ്വവര. സ്രാവിൽ കാണപ്പെടുന്ന ഗ്രാഹിയുടെ പേരാണ് പാർശ്വവര. ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹിയുണ്ട്. അപ്പം തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹി ഉള്ളത് ഏതിലാണ്? പാർശ്വവരയിലാണ്. അത് ഏത് ജീവിയിലാണ് കാണപ്പെടുന്നത്? സ്രാവിലാണ്. സ്രാവിലാണ് ഏത് കാണുന്നത്? പാർശ്വവര കാണുന്നത്. ജേക്കബ്സൺസ് ഓർഗൻ. പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിൽ എത്തുന്നു. അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. അപ്പോൾ പാമ്പിൻ്റെ ഗ്രാഹിയുടെ പേരെന്താണ്? ജേക്കബ്സൺസ് ഓർഗൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, പാമ്പിൽ ഉള്ള ഗ്രാഹിയുടെ പേരാണ് ജേക്കബ്സൺസ് ഓർഗൻ. അതെന്താണ്? പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിൽ എത്തുന്നു. അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കുന്നു. ഇത്രയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും പോയിൻ്റാണ് നമ്മളുടെ 10th ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 10th ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഉള്ള ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലായി. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.